ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു കോഫി കഥയാകാം. കോഫി എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ഒന്നാണ്. എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒന്നാണ് കോഫി. ഞാനൊരു കോഫി ലവറാണെന്ന് തന്നെ പറയാം. എനിക്ക് എല്ലാ ടൈപ്പ് കോഫികളും ഭയങ്കര ഇഷ്ടമാണ്. അതിലേറെ ഇഷ്ടമുള്ള ഒന്നാണ് ക്യാpuccino. അപ്പോൾ നമുക്കിന്ന് ക്യാpuccino തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതിനായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കോഫി പൗഡറും വേണം. കോഫി പൗഡർ എടുക്കുന്ന അതേ അളവിൽ തന്നെ നമുക്ക് ചൂടൻ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കൊരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ സാധാ മിക്സിയിലാണെങ്കിലും നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഒരു ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലെൻഡർ ഉപയോഗിച്ച് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഫി മിക്സ് നമുക്ക് റെഡിയായി കിട്ടും. ഞാനിവിടെ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു അബദ്ധം മനസ്സിലായത്. ഞാൻ ബീറ്റ് ചെയ്യാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയി. അപ്പോൾ ഞാനത് വേറൊരു പാത്രം എടുത്ത് കുറച്ചും കൂടി വലിയൊരു പാത്രം എടുത്ത് അതിലാണ് ബാക്കിയുള്ളതെല്ലാം ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് സന്തോഷവും സങ്കടവും ഒരേപോലെ തരുന്ന പഴയകാല റിങ്ക് പെട്ടി പോലെയാണ് ഓരോ കോഫിയും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒത്തിരി ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു നല്ല ടൈമാണ് ഒരു കോഫി ടൈം എന്ന് പറയുന്നത്. എന്നും രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി എന്ന് വിചാരിക്കുന്ന എന്നെ പോലെയുള്ളവരെ ഒരു കോഫി ലവർ എന്ന് പറയും പാകത്തിനാക്കുന്ന കോഫിക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എന്തോ ഒരു മാന്ത്രികത ഉള്ളതായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ പല ടൈപ്പ് കോഫികളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് വന്നു തുടങ്ങുന്നത്. അന്നൊക്കെ അതൊരു അത്ഭുതമായിരുന്നു. ഇതെങ്ങനെയായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്, എന്ത് ഭംഗിയായിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെ സാധിക്കുമെന്നൊക്കെ അന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര അടുത്ത് നമുക്കിതെല്ലാം എങ്ങനെയൊന്ന് ചെയ്ത് നോക്കാനുള്ളൊരു ചാൻസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. നമ്മുടെ കോഫിക്കതൊക്കെ ഏറെക്കുറെ വിരാമമിടാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ആദ്യത്തെ പാത്രത്തിലേക്ക് നമ്മുടെ കോഫി മിക്സ് മാറ്റി കൊടുക്കാം. കോഫി മിക്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ക്രീമി ആയിട്ടത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോഫി മിക്സ് ഇനി പാലിലൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം തിക്നെസ്സിലൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് വൈസ് ഓക്കെയാണ്. എനിക്ക് തോന്നി കുറച്ചും കൂടി മധുരം ആവാമായിരുന്നു എന്ന്. ആ ഒരു പോരായ്മ മാത്രമാണ് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം നല്ലതായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.